പ്രൈസ് ലോർഡ്. ബൈബിളിൽ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്ന് 365 പ്രാവശ്യം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ദൈവത്തിൻ്റെ വലിയ വാഗ്ദത്തം ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. നാം ആവശ്യമില്ലാതെയാണ് പല കാര്യങ്ങളെയും ചൊല്ലി ഭയപ്പെടുന്നത്. നമ്മുടെ രോഗങ്ങളെ ഓർത്ത്, നമ്മുടെ കടഭാരങ്ങളെ ഓർത്ത്, നമ്മുടെ വീട്ടിലെ പലവിധമായ പ്രശ്നങ്ങളെ ഓർത്ത്, അല്ലെങ്കിൽ ഭർത്താവിനെ ഓർത്ത്, ഭാര്യയെ ഓർത്ത്, മക്കളെ ഓർത്ത്, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ ഓർത്ത് ഒക്കെ നാം ഭയപ്പെടാറുണ്ട്. എന്താകും, നാളെ എന്താകും, അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്താകും എന്നൊക്കെ പലരും വളരെയധികം ഭയപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് ഭയം കടന്നു വരുന്നത്? നമുക്ക് കർത്താവിലുള്ള വിശ്വാസം കുറയുമ്പോഴാണ് ആ ഭയം കടന്നു വരുന്നത്. കർത്താവ് ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ, കർത്താവ് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് കർത്താവ് തന്നെ അരുളി ചെയ്യുമ്പോൾ നാം എന്തിനാണ് ഭയപ്പെടേണ്ടത്? നാം കർത്താവിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ നാം കൊടുത്തുകൊണ്ട് നമ്മുടെ മുമ്പേ കടന്നു വരുന്ന എന്ത് പ്രശ്നമായാലും, മല പോലത്തെ അല്ലെങ്കിൽ കടൽ പോലത്തെ, സമുദ്രം പോലത്തെ വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മെക്കൊണ്ട് അത് തരണം ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിക്കുന്ന പലവിധ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്ന ഈ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, കർത്താവ് നമ്മോട് സംസാരിക്കുന്നതായ ഈ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, കർത്താവ് നമുക്ക് ഒന്നും വരുത്തത്തില്ല എന്നുള്ള ആ ഉറച്ച വിശ്വാസം കർത്താവിൽ നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തിനെക്കുറിച്ചാണോ നാം ഭയപ്പെടുന്നത്, ആ ഭയം നമ്മെ വിട്ടു മാറുവാനിടയായിത്തീരും. നാം ഭയപ്പെടേണ്ട ആവശ്യമേ കടന്നു വരത്തില്ല. നാം ദൈവസന്നിധിയിൽ ഏതൊരു വിഷയവും കൊടുത്തിട്ട് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ, നാം ആ വിഷയത്തെ ഓർത്ത് ടെൻഷൻ അടിക്കുവാൻ ദൈവം ഒരിക്കലും ഇടവരുത്തത്തില്ല. ദൈവം അത് അത്ഭുതകരമായി ആ വിഷയങ്ങളെ നമുക്ക് പരിഹരിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകുന്നത് നമുക്ക് തന്നെ കണ്ട് ആശ്ചര്യപ്പെടുവാൻ ഇടയായിത്തീരും. ദൈവം അത്ഭുതവാനാണ്, അതിശയവാനാണ്, ആശ്ചര്യവാനാണ്. ആ കർത്താവ് നമ്മെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ ആശ്ചര്യങ്ങൾ കൊണ്ടുവരുവാൻ, നമ്മുടെ ജീവിതത്തിൽ അതിശയങ്ങൾ കൊണ്ടുവരുവാൻ ശക്തനത്രേ. ആ ശക്തനായ കർത്താവിനെ വേണം നാം മുറുകെ പിടിക്കേണ്ടത്. കർത്താവ് നമ്മോട് സംസാരിച്ചിരിക്കുന്ന ആ 365 പ്രാവശ്യവും ബൈബിളിൽ നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നതാണ് ഭയപ്പെടേണ്ട 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 എന്നുള്ളത്. നാം അപ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് ഇത്രയും പ്രാവശ്യം നമ്മോട് പറയുന്നു ഭയപ്പെടേണ്ട എന്നുള്ളത്. അപ്പോൾ നാം എന്തിനാണ് ഭയപ്പെടുന്നത്? നാം കർത്താവിലല്ല ആശ്രയിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഭയം കടന്നു വരുമ്പോൾ. കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഒരിക്കലും ഭയം നമ്മെ അലട്ടത്തില്ല. ഒരിക്കലും നാം ഒന്നിനെ ചൊല്ലിയും ഭയപ്പെടുകയില്ല. ഇപ്പോൾ കുട്ടികളുടെ അഡ്മിഷനെ ചൊല്ലിയായിരിക്കും പലരും ഭാരപ്പെടുന്നത്, അല്ലെങ്കിൽ കുട്ടികളുടെ റിസൾട്ടിനെ ചൊല്ലിയായിരിക്കും. ഇപ്പോൾ SLCയുടെ റിസൾട്ട് വന്നു, +2ൻ്റെ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, എല്ലാ റിസൾട്ടുകളും വന്നിട്ടില്ല. ഓരോരുത്തരും അങ്ങനെ പലവിധമായി, എൻ്റെ മക്കൾക്ക് എന്താവും, അടുത്ത അഡ്മിഷൻ എന്താവും, ഏത് സ്കൂളിൽ കിട്ടും എന്നൊക്കെ ആയിരിക്കും ഭയപ്പെടുന്നത്. പക്ഷേ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് എന്താണോ ആ നിങ്ങളുടെ മക്കളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, കർത്താവ് ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹത്തിനൊപ്പം നാം ഭരമേൽപ്പിക്കുകയാണെങ്കിൽ, കർത്താവിൻ്റെ ഹിതത്തിന് നമ്മുടെ പൈതങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ, നമ്മുടെ പൈതങ്ങൾക്ക് അനുയോജ്യമായത് ദൈവം തരുമെന്ന് വിശ്വസിക്കുകയും, നാം കർത്താവ് എന്ത് തരുന്നോ അത് ആദ്യം ചിലപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായി, പ്രയാസമായി കാണാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കർത്താവ് നമുക്ക് കഴിയുന്നത്, നമുക്ക്
എന്താണോ നന്മ എന്ന് ഉള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവം ഓരോന്നും നൽകുന്നത്. അതുകൊണ്ട് നാം എപ്പോഴും ദൈവത്തിൻ്റെ ഹിതത്തിനായി നമ്മെ തന്നെ ഏൽപ്പിക്കുക. ഏത് കാര്യം നമ്മുടെ മുമ്പ് കടന്നു വരുമ്പോഴും ആ വിഷയത്തെ അപ്പൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട്, കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട്, കർത്താവെ അങ്ങയുടെ ഹിതപ്രകാരം ഈ വിഷയത്തെ അങ്ങ് പരിഹരിച്ചു നൽകുമാറാകണമേ എന്ന് കർത്താവിനോട് നാം ആവശ്യപ്പെടുകയാണെങ്കിൽ കർത്താവ് നിശ്ചയമായും നമുക്ക് ഉചിതമാവണ്ണം കർത്താവ് ആ വിഷയങ്ങൾക്ക് പരിഹാരത്തെ നൽകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ കർത്താവിൽ അത്രത്തോളം വിശ്വാസവും ഉറപ്പും ഇല്ലാത്ത വ്യക്തി ജീവിതങ്ങളാണ് ഏതൊരു വിഷയത്തെക്കുറിച്ചും ഭാരപ്പെടുന്നത്, ഏതൊരു കുറിച്ചും പ്രയാസപ്പെടുത്തുന്നത്. കടം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവിന് തീർത്തു തരുവാൻ സാധിക്കുമെന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ വേണം. അപ്പോൾ കർത്താവ് തന്നെ നമ്മോട് ഇടപെടാൻ തുടങ്ങും. നാം എന്തൊക്കെ ചെയ്യണമെന്നും ഏതൊക്കെ വഴിയിലൂടെ പോകണമെന്നും എന്തൊക്കെ പ്രവൃത്തികൾ നാം ചെയ്യണമെന്നും ഒക്കെ കർത്താവ് തന്നെ നമ്മെ വഴി നടത്തും. കർത്താവ് നമുക്ക് ആലോചനകൾ പറഞ്ഞു തരും. എങ്ങനെ ആ കടഭാരത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരുവാൻ സാധിക്കുമെന്നും സാമ്പത്തിക വർധനവ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാമെന്നും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം മാറ്റിവെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ ദൈവം തന്നെ നമ്മെ പഠിപ്പിക്കുകയും ദൈവം അതിൻ പ്രകാരം നമ്മെ കൊണ്ടുവന്ന് നമ്മുടെ കടത്തെ എടുത്തു മാറ്റുവാൻ ശക്തനാണ്. അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ പലവിധ കാര്യങ്ങൾ കാണും. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളായിരിക്കും അവരുടെ പ്രശ്നങ്ങൾ. ചിലർക്ക് രോഗമായിരിക്കാം, ചിലർക്ക് സാമ്പത്തിക പ്രശ്നമായിരിക്കാം, ചിലർക്ക് ഭവനത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം, ചിലർക്ക് റിലേഷൻഷിപ്പിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം. പക്ഷേ അതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്താൽ ദൈവം അതിശയമായി നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ പ്രവർത്തിച്ച് ദൈവം അത്ഭുതം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ചിലപ്പോൾ ചില കാര്യങ്ങൾ വൈകും, പക്ഷേ വൈകുന്നു എന്ന് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഭാരപ്പെടരുത്. കർത്താവിൽ സന്തോഷിച്ചുകൊണ്ട്, കർത്താവ് എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഈ വിഷയത്തെ ചൊല്ലി ഞാൻ ആകുലപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ ഈ വിഷയത്തെ ചൊല്ലി ഒരിക്കലും എൻ്റെ മൈൻഡിനെ ഡെസ്പാക്കേണ്ട ആവശ്യമില്ല, ഞാൻ സന്തോഷത്തോടെ കർത്താവിൽ ആനന്ദിച്ചുകൊണ്ട് കർത്താവിൽ സന്തോഷിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകണം എന്ന് എപ്പോഴും മൈൻഡ് സെറ്റ് ചെയ്ത് ദൈവം നമ്മെ നടത്തുന്ന ഓരോ വഴികൾക്കും ദൈവത്തോട് നന്ദിയുള്ളവരായി ഇരുന്നു കൊണ്ട് ദൈവത്തിനോട് എപ്പോഴും നാം നന്ദി കരയേറ്റുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു തരുന്ന എല്ലാ ചെറിയ കാര്യങ്ങൾക്കും ദൈവസന്നിധിയിൽ നാം നന്ദിയുള്ളവരായിരുന്നാൽ ദൈവം നമ്മെ നമ്മുടെ ഓരോ വിഷയങ്ങളുടെ മേലും അത്ഭുതകരമായി ദൈവം നടത്തുന്നത് നമുക്ക് കണ്ടു മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. നമ്മെ ഭാരപ്പെടുത്തുന്ന, നമ്മെ പ്രയാസപ്പെടുത്തുന്ന സകല വിഷയങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. കർത്താവ് നമ്മെ വഴി നടത്തും. കർത്താവ് നമ്മളെ ഉപേക്ഷിക്കത്തില്ല. കർത്താവ് നമ്മെ താങ്ങി നടത്തുമെന്നുള്ള ആ ഒരു വിശ്വാസവും കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് വഴി നടത്തും. അതുകൊണ്ട് ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നാം ഒന്നിനെ ചൊല്ലിയും ഭയപ്പെടാതെ, നാം ഒന്നിനെ ചൊല്ലിയും ഭാരപ്പെടാതെ ആ വിഷയങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുത്തിട്ട് ആ ഭയത്തെ എല്ലാം നാം പുറത്താക്കിയിട്ട് കർത്താവിൽ സന്തോഷിച്ചുകൊണ്ട് കർത്താവിൽ ആനന്ദിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വലിയ കൃപയും സാന്നിധ്യവും നാം അനുഭവിക്കുകയും നമ്മുടെ ആ വിഷയങ്ങൾക്ക് പരിഹാരത്തെ ദൈവം നൽകുന്നത് നമുക്ക് കണ്ടു മനസ്സിലാക്കുവാനും മറ്റുള്ളവരുടെ മുമ്പേ നാം ആശ്ചര്യമായി ഇതെങ്ങനെ അവൾക്ക് സംഭവിച്ചു, അല്ലെങ്കിൽ ഇതെങ്ങനെ അവന് സംഭവിച്ചു, അവൻ്റെ സാഹചര്യമനുസരിച്ച് അസാധ്യമാണല്ലോ, പക്ഷേ നമ്മുടെ കൂടെ ഇരിക്കുന്നവൻ ആരാണ്? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ആ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം മനുഷ്യന് സാധിക്കാത്ത കാര്യങ്ങൾ
നടത്തി തരുന്നവനാണ്. അപ്പോൾ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവിന് കഴിയാത്തതായ ഒന്നും തന്നെയില്ല. കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ കഴിയാത്തതായ ഒന്നും തന്നെ ഇല്ല എന്നുള്ള ഉറപ്പും ധൈര്യവും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എപ്പോഴും ഉണ്ടായിരിക്കണം. കർത്താവിൽ ആശ്രയിക്കുക, കർത്താവെ മുറുകെ പിടിക്കുക, കർത്താവിനോട് പറയുക, എൻ്റെ കരത്തെ അങ്ങ് പിടിച്ചു നടത്തണം, അങ്ങ് എന്നെ വഴി നടത്തണം, അങ്ങ് തന്നെ എൻ്റെ വഴികാട്ടിയായിരിക്കണം. കർത്താവെ, അങ്ങ് എന്നെ വിട്ടൊരിക്കലും പോകരുതേ എന്ന് എപ്പോഴും ദൈവത്തോട് നാം പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മെ വഴി നടത്തുന്ന ഓരോ കാര്യങ്ങളും ഓർത്ത് ദൈവസന്നിധിയിൽ കർത്താവിനോട് നന്ദി പറയുക. അങ്ങനെ നന്ദി പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നാം കർത്താവിൻ്റെ കരങ്ങളിൽ ഓരോ നന്ദിയും നാം കരേറ്റുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത്, നമ്മുടെ ലൈഫിൽ കടന്നു വരുന്ന മാറ്റങ്ങൾ നമുക്ക് തന്നെ അതിശയമാവണ്ണം ദൈവം വഴി നടത്തുന്നത്, ആ ചേഞ്ചുകൾ നമുക്ക് തന്നെ കണ്ട് അത്ഭുതപ്പെടുമാറ് ദൈവം വഴി നടത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഭയപ്പെടേണ്ട എന്ന് കർത്താവ് പറഞ്ഞ ആ വാഗ്ദത്വത്തെ മുറുകെ പിടിക്കുക. കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് ഉള്ളപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടും കടന്നു വരത്തില്ല, ഒരു മുട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്നുള്ള ഉറപ്പും ധൈര്യത്തോടു കൂടി എല്ലാവരും മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വലിയ കരം കൂടെ ഇരുന്ന് നിങ്ങളെ വഴി നടത്തുന്നത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കുവാൻ, നിങ്ങൾക്ക് രുചിച്ചറിയുവാനുള്ള ആ ഭാഗ്യത്തെ ദൈവം നൽകുവാനിടയായിത്തീരും. അതിനായി ദൈവം നിങ്ങളേവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.